അത് ഞാൻ കേട്ടില്ല. ഞാൻ കേട്ടില്ല. യേശുക്രിസ്തു അല്ലേ? യേശുക്രിസ്തു നിന്റെ ഉള്ളിൽ യേശുവാണുള്ളത്. അപ്പൊ നിനക്ക് ആരാണ് അനുഗ്രഹം തരേണ്ടത്? നിന്നോടൊക്കെ യേശുക്രിസ്തു അല്ലേ? അപ്പോൾ എല്ലാം ഉള്ള വ്യക്തി, സകല അനുഗ്രഹങ്ങളും ഉള്ള വ്യക്തി നിന്റെ ഹൃദയത്തിലുണ്ട്. എല്ലാ അനുഗ്രഹമുള്ളവരും സർവശക്തരുವಾಗಿರುವ യേശುಕ್ರಿಸ್ತರು ನನ್ನೊಳಗೆ ಇದ್ದಾರೆ. വീട് വേണോ? ಮನೆ ಬೇಕು. വീടുള്ളവൻ ഉണ്ടായിട്ട് മനുഷ്യന്റെ പേരിന് ഉറക്കെ പറഞ്ഞേ. യേശുക്രിസ്തുവിന്റെ പേരിന് ഉള്ളിലുള്ള ആളുടെ പേരിന് ഒന്ന് ഉറക്കെ പറ. ಗಟ್ಟಿಯಾಗಿ എന്റെ പോലെ യേശുക്രിസ്തു. യേശുക്ರಿಸ್ತರು ನಮ್ಮೊಳಗೆ ಇರುವವರು ಯಾರು? നിന്റെ ഉള്ളിൽ ആരാ ഉള്ളേ? ನಮ್ಮೊಳಗೆ ಯಾರಿದ್ದಾರೆ? എനിക്കറിയത്തില്ല നിങ്ങളുടെ ഉള്ളിൽ ആരാണ്. ನಮಗೆ ಗೊತ್ತಿಲ್ಲ ನಿಮ್ಮೊಳಗೆ ಯಾರಿದ್ದಾರೆ. ആരാ ഉള്ളേ? ഉറപ്പാണോ? ഉറപ്പാ? ಖಚಿತವಾಗಿ ಹೇಳ್ತೀರಾ? അപ്പൊ ആരായി പരിശുദ്ധാത്മാവിനെ തരേണ്ടത്? ആരാ? ಯಾರು ಪರಿಶುದ್ಧಾತ್ಮ ನಮಗೆ ಕೊಡಬೇಕು? യേശു. യേശുಕ್ರಿಸ್ತು. നിനക്കൊരു വീട് വേണമെങ്കിൽ വീട് തരേണ്ടത് ആരാ? ನಿನಗೊಂದು ಮನೆ ಬೇಕಾದ್ರೆ ಯಾರು ಕೊಡಬೇಕು? ഒരു കാറ് വേണമെങ്കിൽ കാറ് തരേണ്ടത് ആരാ? ಒಂದು ಕಾರ್ ಬೇಕಾದ್ರೆ ಯಾರು ಕೊಡಬೇಕು? നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം തരേണ്ടത് ആരാണ്? ನಿನ್ನ ಅಗತ್ಯಗಳನ್ನೆಲ್ಲ ಪೂರೈಸಬೇಕಾಗಿದ್ದು ಯಾರಾಗಿದ್ದಾರೆ? അപ്പൊ യേശുവിന്റെ കയ്യിൽ എല്ലാം ഉണ്ടല്ലോ. യേശുವಿನ ಕೈಗಳಲ್ಲಿ ಎಲ್ಲ ಇದೆಯಲ್ವೇ? അപ്പൊ യേശു എവിടെ ഇരിക്കുന്നത്? യേശು ಎಲ್ಲಿದ್ದಾರೆ? അപ്പൊ അതിന്റെ അർത്ഥം, ಅದರ ಅರ್ಥ സകലതും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ಸಕಲವು ನಿಮ್ಮ ಒಳಗೇನೆ ಇದೆ. സകല അനുഗ്രഹവും നിന്റെ ഉള്ളിലുണ്ട്. ಸಕಲ ಅನುಗ್ರಹವು ನಿಮ್ಮ ಒಳಗೇನೆ ಇದೆ. സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. ಸಕಲ ಅನುಗ್ರಹವು ನಮ್ಮ ಒಳಗೆ ಇದೆ. പറഞ്ഞ ഹൃദയത്തിൽ കൈവച്ചിട്ട് പറഞ്ഞ എന്റെ ഹൃദയത്തിൽ ನನ್ನ ಹೃದಯದಲ್ಲಿ യേശു ഉള്ളതുകൊണ്ട് യേശു ಇರುವುದರಿಂದ സകല അനുഗ്രഹങ്ങളും ಸಕಲ ಅನುಗ್ರಹಗಳು എന്റെ ഹൃദയത്തിലുണ്ട്. ನನ್ನ ಹೃದಯದಲ್ಲಿ ಇದೆ. യേശുവേ നന്ദി. യേശുവേ യേശുവേ ആരാധന. യേശുവೇ ಆರಾಧನೆ. യേശുവേ മഹത്വം. യേശുവೇ ಮಹಿಮೆ. യേശുവേ നന്ദി. യേശുവേ ವಂದನೆ. യേശുവേ സ്തുതി. യേശുവೇ ಸ್ತುತಿ. ഞാൻ ഇന്നലെ പറഞ്ഞു സ്തുതിയുടെ ശക്തി. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ. ನಾನು ನಿಮಗೆ ಸ್ತುತಿಯ ಶಕ್ತಿಯ ಬಗ್ಗೆ ಹೇಳಿದ್ದೆ. നിങ്ങൾ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം ನೀವು ಸ್ತುತಿಸುವಾಗ ದೇವರ ದೊಡ್ಡ ಅನುಗ್ರಹ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ನಿಮ್ಮ ಜೀವನಕ್ಕೆ ಆಗಿ ಬರುತ್ತದೆ. ഞാൻ പറയുന്നേക്ക്, നിങ്ങൾ ഇന്നൊരു നല്ല ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളും പുറത്ത് ചെയ്യാനുണ്ടായിരിക്കും. ಇವತ್ತು ಒಂದು ಭಾನುವಾರ ದಿವಸವಾಗಿದೆ. ನೀವು ಅನೇಕ ಕಾರ್ಯಗಳನ್ನು ಹೊರಗೆ ಹೋಗಿ ಮಾಡಲಿಕ್ಕೆ ಇರಬಹುದು. അതെല്ലാം വേണ്ടാന്ന് വെച്ച് നിങ്ങളോട് വന്നു. ಅದೆಲ್ಲ ಬಿಟ್ಟು ನೀವು ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ. ഞാനിത് 2025 2025 ಇಸವಿ